പുതിയ മന്ത്രിസഭ അധികാരമേറ്റെങ്കിലും മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടില്ല. ചില വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതാണ് കാരണം. ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകിയതിനാൽ ഫിഷറീസ് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. എന്നാൽ ലീഗ് മന്ത്രിക്ക് ഫിഷറീസ് നൽകുന്നതിൽ ലത്തീൻ സഭയ്ക്ക് എതിർപ്പുണ്ട്. ഇന്ന് തന്നെ വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗം ഇതിനെതിരെ ഈ ലീഗിന് കൈമാറുന്നതിൽ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. തീരദേശ പ്രാതിനിധ്യം വേണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഇപ്പോൾ കെ മുരളീധരനൊക്കെ ഓഫീസിലെത്തി ചുമതല ഏറ്റെടുത്ത് ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമൊക്കെ വിളിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സാധ്യതയുണ്ട് മുരളീധരൻ ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, ഫിഷറീസ് അങ്ങനെ ചില തർക്കങ്ങളുണ്ട്. അത് ഇന്നത്തോടെ പരിഹരിച്ച് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും നോട്ടിഫിക്കേഷൻ വരും. അല്ല, അത് ഘടകകക്ഷികളുമായിട്ടുള്ള തർക്കം പരിഹരിക്കുമ്പോൾ പാർട്ടിക്കകത്ത് ചില റീഅറേഞ്ച്മെന്റ്സ് നടത്തേണ്ടി വരും. അത് മാത്രമേ ഉള്ളൂ. അല്ല, ഇപ്പൊ ഇന്നാവുമല്ലോ. ഇന്നലെയല്ലേ സത്യപ്രതിജ്ഞ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്ന് വിജ്ഞാപനം വരും. അത് ഏതാണ്ട് ധാരണ എത്തിയിട്ടുണ്ട്. അത് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുക, ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരു വിഷയമാണല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് സർക്കാർ ആശുപത്രികളൊക്കെ മികച്ച ചികിത്സ ലഭിക്കുന്ന സംവിധാനം ഉണ്ടാവുക, ആവശ്യത്തിനുള്ള മരുന്നുകൾ ആശുപത്രിയിൽ ലഭ്യമാക്കുക, രണ്ടാമത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്ത് ആരംഭിക്കുക, അങ്ങനെയൊക്കെയുള്ള ലക്ഷ്യത്തോടുകൂടിയിട്ടാണ് ഇപ്പം മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ബാക്കി നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഔദ്യോഗികമായിട്ട് പത്രസമ്മേളനം വിളിച്ച കാര്യങ്ങൾ വിശദീകരിക്കുക. അല്ല, അത് ഇന്നത്തോടെ പരിഹരിക്കും. അരുണ്, വിവരങ്ങൾ. രഞ്ജിത്ത്, കെ മുരളീധരൻ തന്നെ വ്യക്തമാക്കുന്നുണ്ട് വകുപ്പുകളിൽ ഇനിയും ചില മാറ്റങ്ങളൊക്കെ വന്നേക്കാം. അദ്ദേഹം ആരോഗ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. പക്ഷേ കോൺഗ്രസിന്റെ UDF-ന്റെ മന്ത്രിസഭ വിഭജനം പൂർത്തിയാക്കി ആ വകുപ്പുകളുടെ പോർട്ട്ഫോളിയോ തിരിച്ച് അത് ഗവർണർക്ക് ഇതുവരെ നൽകിയിട്ടില്ല. അത് തർക്കം കാരണം തന്നെയാണ്. പ്രത്യേകിച്ചും ഫിഷറീസ് വകുപ്പിലാണ് പ്രധാന തർക്കമുള്ളത്. ഫിഷറീസ് വകുപ്പ് ലത്തീൻ സമുദായങ്ങളാണ് സാധാരണ മന്ത്രിസ്ഥാനത്തേക്ക് വരാറുള്ളത്. അത് ഇത്തവണയും അത് വേണമെന്ന ആവശ്യം ശക്തമായി തന്നെ ലത്തീൻ സഭ മുന്നോട്ട് വച്ചു. മുസ്ലിം ലീഗ് ആണ് ആ വകുപ്പ് നിലവിൽ അനുവദിച്ചത്. മുസ്ലിം ലീഗിനാണ്. ഉന്നത വിദ്യാഭ്യാസം പോലുള്ള പ്രധാന വകുപ്പ് തങ്ങൾ എടുത്തു മാറ്റുമ്പോൾ പകരം ഫിഷറീസ് വേണമെന്നാണ് ലീഗിന്റെ ആവശ്യം. അത് ലീഗിന് നൽകാൻ ധാരണയായതുമാണ്. പക്ഷേ അത് നൽകിയതോടുകൂടി നേരത്തെ തന്നെ എം വിൻസെന്റ് ഉൾപ്പെടെയുള്ളവരെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാത്തതിൽ കടുത്ത അതിർത്തിയിലായ ലത്തീൻ സഭ ഇന്നലെ ആ പ്രശ്നം പരിഹരിക്കാൻ സഭാ ആസ്ഥാനത്തെത്തിയ മുഖ്യമന്ത്രി VD സതീശനോട് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല, ലത്തീൻ സഭാ അംഗത്തിന് തന്നെ ആ വകുപ്പ് നൽകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചു. അതാണ് വീണ്ടും തർക്കത്തിന് ഇടയാക്കിയത്. ലീഗ് അത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. എങ്കിൽ മറ്റ് പകരം വകുപ്പ്, നല്ല ഏതെങ്കിലും വകുപ്പ് പകരം കിട്ടണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കോൺഗ്രസിനും കടുത്ത അതിർത്തിയുണ്ട് ലീഗിന് ഈ വകുപ്പ് കൊടുക്കുന്നത്. അത് ലത്തീൻ ധീവര സഭാംഗങ്ങളെ, പാർട്ടിയിൽ നിന്ന് സമുദായങ്ങളെ പാർട്ടിയിൽ നിന്ന് അകറ്റും. ഇതാണ് കോൺഗ്രസിന്റെ ഒരു വിഭാഗത്തിൽ നിലപാട്. ഏതായാലും അതിപ്പോഴും ഒരു പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഏതായാലും ഇന്ന് പരിഹരിക്കാനാകും എന്ന പ്രതീക്ഷയാണ്. സാധാരണഗതിയിൽ മന്ത്രിമാരെ തീരുമാനിച്ച് ആദ്യ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാൽ അന്ന് വൈകുന്നേരത്തിന് മുമ്പ് തന്നെ ഗവർണർക്ക് ഈ പട്ടിക മുഖ്യമന്ത്രി കൈമാറാറുണ്ട്. തീരുമാനമുണ്ടാകുമെന്നാണ് ഇപ്പോൾ കെ മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.